ഇന്നിപ്പോൾ നമ്മളുള്ളത് നെക്സോൺ ആണ്. ഇത് നെക്സോൺ തന്നെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് പറയാം. അതായത് ഏറ്റവും ബേസ് മോഡൽ വരുന്നത് സ്മാർട്ട് എന്നതാണ്. 893 വരും ഓൺ റോഡ്. ഈ കിടക്കുന്നത് സ്മാർട്ട് പ്ലസ് എന്ന വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 973 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,64,000 രൂപയും നമുക്ക് ഓൺ റോഡ് വരും. ഇതിന് ശേഷം നമുക്ക് പ്യുർ പ്ലസ് എന്നൊരു വേരിയൻ്റ് ഉണ്ട്. അതിന് 10,74 മാനുവലിനും 11,49 ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് വരും. പിന്നെ ക്രിയേറ്റീവ് വരുന്നുണ്ട്. ക്രിയേറ്റീവ് ആണെങ്കിലോ 12,06,000 രൂപ മാനുവലിനും 13,20,000 രൂപ ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് വരും. പിന്നെ ഫിയർലെസ് പ്ലസ് എന്നൊരു വേരിയൻ്റ് ഉണ്ട്. 14,94 മാനുവലിനും 16,26 ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് വരും. ഇതിൻ്റെ EV മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 14,25 ഓൺ റോഡ് വരുന്നത്. ഡീസൽ ആണെങ്കിൽ 10,91 ഓൺ റോഡ് വരും. CNG മോഡൽ 9,78 പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡലുകൾക്ക് വരുന്നത്. അതിലൊരു ബേസ് മോഡൽ നമുക്ക് എടുക്കണമെങ്കിൽ ഒരു 90,000 1 ലക്ഷം രൂപ അടച്ചാൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. 7 വർഷത്തേക്കാണെങ്കിൽ ഒരു 13,000, 5 വർഷത്തേക്കാണെങ്കിൽ ഒരു 16,500 റേഞ്ചിലുമാണ് ഇതിൻ്റെ EMI കാര്യങ്ങളും വരുന്നത്. ഫീച്ചേഴ്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ DRL വരുന്നുണ്ട്. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. അതേപോലെ തന്നെ LED ആണ് ഇതിൻ്റെ എല്ലാം യൂണിറ്റ് നൽകിയത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു എയർ ഡാം യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കാണാം. സൈഡ് പൊസിഷനിലേക്ക് ഒരു സമയത്ത് അത് 6 എയർ ബാഗ് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. ഗുഡിയർ ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 16 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. മിറർ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കാണാം. അതേപോലെ ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ബ്ലാക്ക് കളറിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ബ്ലാക്ക് ഫിനിഷ് കാണാം. റൂഫ് റെയിൽ നമുക്ക് അവൈലബിൾ അല്ല. അതൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു പോർഷനിലായിട്ടാണ് ഫ്യൂൽ ടാങ്ക് കമ്പനി കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ ഈ ഒരു റിയർ പ്രൊഫൈലേക്ക് വരുന്ന സമയത്ത് ആൻഡിൻ്റെ ടോപ്പിലായിട്ട് വരുന്നുണ്ട്. അതിൽ നെക്സോണിൻ്റെ ബ്രാൻഡിങ്ങും ഡീഫോഗറും റിയർ വൈപ്പറൊന്നുമില്ല. LED ആണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് യൂണിറ്റും കമ്പനി കൊടുത്തിട്ടുള്ളത്. അകത്തെ വരുന്ന സമയത്ത് 4 ഡോർ പവറിൻ്റെ ഈ മോഡലിലുണ്ട്. മിറർ ഇലക്ട്രിക്കലി കൺട്രോളിംഗ് ഓപ്ഷൻ വരുന്നു. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലിപ്പ് കീ ആണ് നൽകിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾസ് ഉണ്ട്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഇല്ല. എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ തന്നെ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു നല്ല നീറ്റായിട്ടാണ് അത് ഗിയർ ലിവറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. AC മാനുവലി കൺട്രോൾ ചെയ്യണം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. ഡ്രൈവ് മോഡ്സ് ഉണ്ട്. സിറ്റി, എക്കോ സ്പോർട്ട് എന്നീ ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. നല്ല സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം. ടോപ്പിലായിട്ട് മിറർ മാനുവലി കൺട്രോൾ ചെയ്യാം. LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോയിലേക്ക് കയറാം. കുറച്ച് ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ കയറുന്ന സമയത്ത്. പ്രായമുള്ളവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടൈ സപ്പോർട്ട് ഓക്കെയാണ്. ഹെഡ് റൂം ഓക്കെയാണ്. ലെഗ് റൂം ഓക്കെയാണ്. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പെട്രോൾ മോഡലാണെങ്കിൽ 1.2 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. ഡീസൽ മോഡലാണെങ്കിൽ 1.5 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. CNG വരുന്നുണ്ട്. EV നമുക്ക് അവൈലബിൾ ആണ്. പെട്രോളൊക്കെ ആണെങ്കിൽ ഒരു 14-15 മൈലേജ് പ്രതീക്ഷിക്കാം. ഡീസലൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 20 എബോവ് മൈലേജ് കൺഫേം ആയിരിക്കും. ഈ ഇലക്ട്രിക്കിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം വേറെ ഒന്നുമില്ല പറയാൻ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് കൂടുതലായിട്ട് അറിയാം. കോൺടാക്ട് നമ്പറിൽ വിളിക്കുക.